ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടോക്കൺ, അതായത് കീവേഡാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ കീവേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കീവേഡ് ആർ സ്പെസിഫിക് റിസർവ്ഡ് വേർഡ്സ് ഇൻ സി, ഈച്ച് ഓഫ് വിച്ച് ആസ് എ സ്പെസിഫിക് ഫീച്ചർ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അതായത് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ചില വേർഡ്സ് ഉണ്ട്, നമുക്ക് പ്രോഗ്രാമിൽ കുറേ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് അത് കീവേഡ് ആണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും, കുറേ ഫീച്ചേഴ്സ് അതിന് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു വേരിയബിൾ നെയിമോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റോ കീവേഡായിട്ട് യൂസ് ചെയ്യരുത്. കീവേഡ് യൂസ് ചെയ്യരുത്. കോൺസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേരിയബിൾ നെയിം ആയിട്ടോ നമ്മൾ കീവേഡ് യൂസ് ചെയ്യരുത്. ഓക്കെ, കീവേഡ് എന്ന് പറഞ്ഞാൽ അതിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ആ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് കുറേ ഫങ്ഷൻസ് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും ഒരു വേരിയബിൾ നെയിമായിട്ടോ കോൺസ്റ്റൻ്റ് ആയിട്ടോ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ കീവേഡ്സ് എപ്പോഴും നമ്മൾ ലോവർ കേസ് ആയിട്ടായിരിക്കും എഴുതണം. ലോവർ കേസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും എഴുതുന്നത്. പിന്നെ there are total 32 കീവേഡ്സ് ഇൻ സി. അതായത് ടോട്ടൽ 32 കീവേഡ്സ് ആണ് സിയിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഏതൊക്കെയാണ് നോക്കാം. ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് കീവേഡ്സ്: ഓട്ടോ, ഡബിൾ, ഇൻറ്റ്, സ്ട്രക്റ്റ്, ബ്രേക്ക്, എൽസ്, ലോങ്, സ്വിച്ച്, കേസ്, എനം, രജിസ്റ്റർ, ടൈപ്പ് ഡെഫ്, char, extern, return, union, continue, for, sign, void, do, if, static, while, default, go to, size of, volatile, const, float, short, unsigned. ഇത് ഇത് കാണപ്പടം പഠിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന നേരത്ത് ഇതിനകത്ത് നമ്മൾ ഇത് ഫുള്ള് ഒന്നും യൂസ് ചെയ്യില്ല, ചിലതൊക്കെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഡു ഇഫ് യൂസ് ചെയ്യും, ഡു യൂസ് ചെയ്യും, ക്യാരി യൂസ് ചെയ്യും, അങ്ങനെ കുറച്ച് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കാണാപ്പാടൊന്നും പഠിച്ചു നോക്കണം. ഇത് പ്രോഗ്രാം ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പഠിച്ചോളൂ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ കീവേഡ് എന്താണെന്ന് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.